ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തെരണ്ടി മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ കഴിയുന്നതാണ്. തെരണ്ടി മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ. കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. തെരണ്ടിക്കറി വെക്കാൻ വേണ്ടി അതിനുള്ള അരപ്പെടുക്കാൻ പോവുകയാണേ. 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി വേണം, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയെ, 2 സ്പൂൺ മല്ലിപ്പൊടി എടുക്കണമേ. 2 അല്ലെങ്കിൽ 1.5 എടുക്കണം കേട്ടോ. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ പുളിവെള്ളമാണ്, തോട്ടുപുളി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിയ ശേഷം ഉലുവ ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കണത്. ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിട്ട് കൊടുക്കണം. ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെറുതായിട്ടൊന്ന് നനച്ച് വെച്ചത്. ഇനി ഇതിലോട്ട് തോട്ടുപുളി ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളക്കണത്. ഒരു തക്കാളിക്ക് ചെറുതെടുത്തിട്ടുണ്ട്, അതും കൂടി ഇടണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. നല്ലതുപോലെ തിളയ്ക്കട്ടെ. അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്ക് മീൻ വാരി ഇട്ട് കൊടുക്കാം കേട്ടോ. അടച്ച് വെക്കാം. എൻ്റെ തെരണ്ടി മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കറി എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ എൻ്റെ ബിനുവേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണേ. നമ്മൾ കുറച്ച് ചീനിയൊക്കെ എടുക്കുവാണേ. നമുക്ക് നോക്കാമേ തെരണ്ടിക്കറിയും ചീനിയായിട്ട് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ബിനുവേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പോവുകയാണേ. അഭിപ്രായം ബിനുവേട്ടൻ തന്നെ പറയട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്നേ. നമ്മളങ്ങനെ എന്നും തെരണ്ടിക്കറിയൊന്നും വെക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും കാണാൻ വെക്കത്തതേ ഉള്ളേ. ചേട്ടാ നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. എന്തോ മനസ്സിലായോ? തെരണ്ടിക്കറി സൂപ്പറാണോ?